1857 കലാപം. 1857 വിപ്ലവമായിരുന്നു പ്ലാസി യുദ്ധത്തിനു ശേഷമുള്ള ആദ്യ നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് അധികാരികൾക്ക് ഇന്ത്യയിൽ നേരിടേണ്ടി വന്നിട്ടുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. ബ്രിട്ടീഷ് ആധിപത്യത്തിൻ്റെ വളർച്ചയും വ്യാപനവും വരുത്തിവെച്ച ദൂരവ്യാപകമായിട്ടുള്ള മാറ്റങ്ങളുടെ ഫലമായിരുന്നു 1857 കലാപം. ഇവയിൽ പലതും ജനങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവരുടെ ശക്തമായ എതിർപ്പിന് കാരണമായി. ഇത് കാലാകാലങ്ങളിൽ പട്ടാള ലഹളകൾക്കും ജനകീയ വിപ്ലവങ്ങൾക്കും ഇടയാക്കി. 1806 വെല്ലൂർ ലഹള, അതുപോലെ 1824 ബാരക്പൂർ ലഹള, 1842 ഫിറോസ്പൂർ ലഹള, 1849, 1850, 1852 എന്നീ വർഷങ്ങളിലെ തദ്ദേശീയ കാലാൾപ്പട യൂണിയനുകളിൽ ഉണ്ടായിട്ടുള്ള കലാപങ്ങൾ എന്നിവ ഇത്തരം ലഹളകളിൽ പെട്ടവയാണ്. 1816 ബറേലി കലാപങ്ങളും 1831-32 ഉണ്ടായിട്ടുള്ള കോൾ പ്രക്ഷോഭണവും 1849, 1851, 1852 എന്നീ വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ള മാപ്പിള ലഹളകളും 1856 സാന്താൾ കലാപവും ഇങ്ങനെ ബ്രിട്ടീഷ് ഇന്ത്യൻ സാമ്രാജ്യത്തിൻ്റെ അടിത്തറ തന്നെ പിടിച്ചുലച്ച 1857 വലിയ പ്രക്ഷോഭം രാജ്യം കണ്ട ഏറ്റവും ശക്തിയായിട്ടുള്ള വിപ്ലവമായിരുന്നു. ഇതിനുള്ള കാരണങ്ങൾ രാഷ്ട്രീയവും സൈനികവും മതപരവും സാമൂഹികവുമായിട്ടുള്ള പലതരത്തിലുള്ള കാരണങ്ങളുണ്ട്. രാഷ്ട്രീയ കാരണങ്ങൾ നോക്കാം. നാട്ടുരാജാക്കന്മാരുടെ ശക്തി ക്ഷയിപ്പിച്ചുകൊണ്ടാണ് ബ്രിട്ടീഷുകാരുടെ അധികാരവും സാമ്രാജ്യവും ഇന്ത്യയിൽ വളർന്നു വന്നത്. ഒരു നല്ല പങ്ക് രാജാക്കന്മാർ അധികാരഭ്രഷ്ടരായി. നിരവധി പേരുടെ ശക്തിയും പ്രതാപവും ക്ഷയിച്ചു. കുറേ പേർ വെറും ആശ്രിതന്മാർ മാത്രമായിട്ട് മാറി. രാജ്യം നഷ്ടപ്പെടാതെ രക്ഷപ്പെട്ടവർക്ക് അവരുടെ സ്വതന്ത്രമായിട്ടുള്ള നിലനിൽപ്പ് അസാധ്യമായി. നാട്ടുരാജാക്കന്മാരോടുള്ള ഈ ക്രൂരമായ പെരുമാറ്റം ജനങ്ങളിൽ അസംതൃപ്തിയും അമർഷവും ജനിപ്പിച്ചു. ഡൽഹൗസി പ്രഭുവിൻ്റെ രാജ്യവികസന നയം സ്ഥിതിഗതികൾ വഷളാക്കി. രാജാക്കന്മാരിൽ ആ നയം ഭയവും ശങ്കയും അരക്ഷിതബോധവുമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അവധ് പിടിച്ചടക്കിയത് ക്രൂരവും അനീതിപരവുമായിപ്പോയി എന്നെല്ലാവർക്കും തോന്നിയിരുന്നു. മുൻ രാജാക്കന്മാരുടെ പദവികളും പെൻഷനും നിർത്തലാക്കിയത് അവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തി. അവസാനത്തെ ഷേർഷായുടെ ദത്തുപുത്രനായിട്ടുള്ള നാനാ സാഹിബിനോടുള്ള ബ്രിട്ടീഷുകാരുടെ പെരുമാറ്റം അപമാനകരമാണ് എന്ന് അവർക്ക് തോന്നിയിരുന്നു. ഡൽഹിയിലെ മുഗൾ ചക്രവർത്തി പദം നിർത്തലാക്കിയതിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായവും വളരെ ജനങ്ങളിൽ നിഷേധാത്മകമായിരുന്നു. ദത്തെടുക്കാനുള്ള അവകാശം നിർത്തലാക്കിയത് വ്യാപകമായിട്ടുള്ള അതൃപ്തിക്ക് കാരണമായി. ഇക്കാരണത്താൽ അതൃപ്തരായിട്ടുള്ള രാജാക്കന്മാർ അവരുടെ സുഹൃത്തുക്കളും ആശ്രിതന്മാരും കലാപത്തിൽ കമ്പനിക്കെതിരായിട്ട് തിരിഞ്ഞു. അങ്ങനെ 1857 കലാപത്തിൽ നാനാ സാഹിബ്, ബഹദൂർ ഷാ സഫർ, ഝാൻസി റാണി എന്നിവർ പങ്കുവഹിച്ചു. സാമ്പത്തിക കാരണങ്ങളെക്കുറിച്ചിട്ട് നോക്കുകയാണെങ്കിൽ ജനങ്ങളുടെ സാമ്പത്തിക ദുരിതങ്ങൾ വളരെയധികം വർദ്ധിപ്പിച്ചതായിരുന്നു ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ. ഭൂനികുതി പിരിവ് കൃഷിക്കാരെ നശിപ്പിച്ചു എന്ന് പറയാം. ഭൂപ്രഭുക്കന്മാരുടെ അവസ്ഥയും വളരെ അനിശ്ചിതാവസ്ഥയിലായിരുന്നു. വിൽപ്പന നിയമത്തിൻ്റെ വ്യവസ്ഥകളനുസരിച്ച് വളരെ പേരുടെ വസ്തുക്കൾ അന്യാധീനപ്പെട്ടു. ഈ വിൽപ്പന നിയമപ്രകാരം നികുതി അടക്കുന്നതിന് കാലതാമസം ഉണ്ടായാൽ വസ്തുവകകൾ ഗവൺമെൻറ്റിന് ലേലം ചെയ്ത് വിൽക്കാൻ അവകാശമുണ്ടായിരുന്നു. ശരിയായ ഉടമകൾ ഇല്ല എന്ന പറഞ്ഞുകൊണ്ട് ഒരുപാട് വസ്തുക്കൾ കണ്ടുകെട്ടിയിരുന്നു. ഈ രീതിയിൽ ഡെക്കാനിൽ മാത്രം 29,000 വസ്തുക്കൾ കണ്ടുകെട്ടപ്പെടുകയുണ്ടായി. അവധിലെ താലൂക്ക്ദാർമാർക്കും ഇതേ ഭീഷണി ഉണ്ടായിരുന്നു. നിരവധി രാജകുടുംബങ്ങളെ സ്ഥാനഭ്രഷ്ടരാക്കിയത് വ്യാപകമായിട്ടുള്ള തൊഴിലില്ലായ്മക്ക് കാരണമായി. രാജസദസ്യർ, പട്ടാളക്കാർ എന്നിവർ ഉൾപ്പെടുന്ന വളരെ കൂടുതൽ ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെട്ടു. പ്രധാന ജോലികളെല്ലാം ഇംഗ്ലീഷുകാരുടെ കുത്തകയായിരുന്നു എന്നതിനാൽ അവർക്ക് തൊഴിൽ സാധ്യതകൾ കുറവായിരുന്നു. ഇന്ത്യക്കാർക്ക് തൊഴിൽ സാധ്യതകൾ കുറവായിരുന്നു. നാടൻ വ്യവസായികളുടെയും വ്യാപാരികളുടെയും അവസ്ഥയും ഇതുപോലെ വളരെ കഷ്ടാവസ്ഥയായിരുന്നു. ബ്രിട്ടീഷുകാരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി ഇവയെല്ലാം സാവകാശത്തിൽ നശിപ്പിക്കപ്പെടുകയായിരുന്നു. ബ്രിട്ടീഷ് ഭരണം നിഷ്ഠൂരവും ചൂഷണപരവുമായിരുന്നു. അതുകൊണ്ട് തന്നെ നാനാ തുറകളിൽപ്പെട്ടവർക്ക് കനത്ത നികുതി നൽകേണ്ട അവസ്ഥ വന്നു. കർഷകർ, ഭൂവുടമകൾ എന്നിവർക്കെല്ലാം ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായി. അതുപോലെ തന്നെ രാജാക്കന്മാർ, നശിപ്പിക്കപ്പെട്ട വ്യാപാരികൾ, കൈത്തൊഴിൽക്കാർ തുടങ്ങിയ എല്ലാവരും ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി തിരിയുകയും അതിൽ നിന്ന് മോചനം നേടാൻ ആഗ്രഹിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ സാമൂഹികവും മതപരവുമായിട്ടുള്ള കാരണങ്ങളുണ്ട് 1857 കലാപത്തിന്. അതേതെല്ലാമായിരുന്നു എന്ന് നോക്കാം. ഒരു നൂറ്റാണ്ട് കാലത്തെ ബ്രിട്ടീഷ് ഭരണം ഇന്ത്യൻ സമൂഹത്തിലും മതജീവിതത്തിലും വളരെയധികം പ്രതികരണങ്ങൾ ഉണ്ടാക്കി. ബെൻഡിക്, ഡൽഹൗസി തുടങ്ങിയവരുടെ സാമൂഹിക പരിഷ്കാരങ്ങൾ യാഥാസ്ഥിതിക വിഭാഗങ്ങളുടെ എതിർപ്പിന് കാരണമായി. 18-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിലും 19-ാം നൂറ്റാണ്ടിൻ്റെ പൂർവാർദ്ധത്തിലും
ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്ന മോഡേണൈസേഷൻ, ആധുനികവൽക്കരണം എന്ന് പറഞ്ഞിട്ടുള്ള പ്രക്രിയ ഒരു നല്ല വിഭാഗം ജനങ്ങളെ അമ്പരിപ്പിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇന്ത്യയെ ഒരു ക്രിസ്ത്യൻ രാജ്യമാക്കി മാറ്റാനുള്ള നടപടികളുടെ ഭാഗമായിട്ട് ഇത് വ്യാഖ്യാനിക്കപ്പെട്ടു. ഒരു പരിധിവരെ ഔദ്യോഗിക പിന്തുണയോടെ ചില ക്രിസ്ത്യൻ മിഷണറിമാർ നടത്തിക്കൊണ്ടിരുന്ന പ്രചരണ പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ ഈ ആശങ്കയെ ശരിവച്ചിരുന്നു. അങ്ങനെ സതി, ശിശുഹത്യ എന്നിവയുടെ നിരോധനവും പാശ്ചാത്യ വിദ്യാഭ്യാസ പ്രചാരം, വിധവാ വിവാഹ നിയമം, ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നവർക്ക് അനുവദിച്ചിരുന്ന അവകാശങ്ങൾ എന്നീ നടപടികളും യാഥാസ്ഥിതിക വിഭാഗങ്ങൾ ആശങ്കയോടെയാണ് കണ്ടിരുന്നത്. റെയിൽവേ, ടെലിഗ്രാഫ് എന്നീ കാര്യങ്ങൾ രാജ്യത്ത് നടപ്പിലാക്കിയതുപോലും ഇന്ത്യയിലുള്ള ജനങ്ങൾ വളരെയധികം സംശയത്തോടെയാണ് നോക്കിക്കണ്ടിരുന്നത്. ഇതെല്ലാം പരമ്പരാഗതമായിട്ടുള്ള ഇന്ത്യക്കാരുടെ ആചാരങ്ങൾ നശിപ്പിക്കുവാനും രാജ്യത്തെ ക്രിസ്തുരാഷ്ട്രമാക്കാനുമുള്ള ഒരു നിഗൂഢമായിട്ടുള്ളൊരു ചിന്താഗതിയിൽ നിന്നും വന്നതാണ് ഇന്ന് ഇന്ത്യക്കാർ സംശയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മതത്തിൻ്റെ പേരിലും സമൂഹത്തിൻ്റെ പേരിലും ജീവൻ പണയപ്പെടുത്തി സമരം ചെയ്യാൻ തീരുമാനിച്ചു. തങ്ങൾക്ക് നൽകിയ കൊഴുപ്പ് പുരട്ടിയ വെടിയുണ്ടകളെ ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായിട്ടുള്ള പട്ടാള ശിപ്പായിമാർ മതപരിവർത്തനം ചെയ്യിക്കാനുള്ള ഉപാധിയായിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ സൈനിക കാരണങ്ങളും ഉണ്ടായിരുന്നു 1857 കലാപത്തിന്. അതേതെല്ലാമായിരുന്നു എന്ന് നോക്കാം. പട്ടാളത്തിലെ താഴേക്കിടയിലുള്ള ശിപ്പായികളിലുണ്ടായിട്ടുള്ള അതൃപ്തിയാണ് വിപ്ലവത്തിൻ്റെ പ്രമുഖ കാരണം, ഏറ്റവും അവസാനം പെട്ടെന്നുണ്ടായ കാരണമായിട്ട് പറയേണ്ടത്. അവരുടെ അച്ചടക്കം, പ്രത്യേകിച്ചും ബംഗാൾ സൈന്യത്തിൻ്റെ ശിപ്പായിമാരുടേത് വളരെ മോശമായിട്ട് വരികയായിരുന്നു. ഉന്നത ജാതിയിൽപ്പെട്ട ഹിന്ദുക്കളെ അവധ്, രാജ്പുത്താന എന്നീ പ്രദേശങ്ങളിൽ നിന്ന് പട്ടാളത്തിലേക്ക് ധാരാളം റിക്രൂട്ട് ചെയ്തിരുന്നു. ജാതിദേശങ്ങളോട് അദമ്യമായ കൂറുള്ള വളരെയേറെ പേർ പട്ടാളത്തിൽ ചേർന്നപ്പോൾ അച്ചടക്കരാഹിത്യത്തിന് അതൊരു കാരണമായി. ബർമ്മ, അഫ്ഗാനിസ്ഥാൻ, പഞ്ചാബ്, സിന്ധ് എന്നിവിടങ്ങളിൽ ദീർഘകാലമായിട്ട് നടത്തിവരുന്ന യുദ്ധങ്ങൾ അവരുടെ അനുസരണശീലത്തെ ഉലച്ചിരുന്നു. വിദേശവാസവും സമുദ്രതരണവും പട്ടാളക്കാർക്ക് നിർബന്ധമായപ്പോൾ അത് തങ്ങളെ ജാതിഭ്രഷ്ടരാക്കാനുള്ള നടപടിയാണ് എന്ന് ജാതി ഹിന്ദുക്കൾ തെറ്റിദ്ധരിച്ചു. കാരണം ഹിന്ദുക്കളുടെ വിശ്വാസപ്രകാരം സമുദ്രം കടന്നു പോകുന്നത് അവരെ ജാതിഭ്രഷ്ടിന് കാരണമാകും. 1:6 എന്ന തോതിൽ യൂറോപ്യൻ പട്ടാളക്കാരും ശിപ്പായിമാരും തമ്മിലുള്ള അനുപാതം സംഖ്യാപരമായിട്ടുള്ള മെച്ചം ശിപ്പായികൾക്ക് ഉണ്ടാക്കിക്കൊടുത്തു. ഡൽഹൌസി പ്രഭു ഇന്ത്യ വിട്ടു പോകുമ്പോൾ കമ്പനിയുടെ 3,38,002 വരുന്ന സൈന്യത്തിൽ 11% മാത്രം, അഥവാ 37,000 പേർ ആയിരുന്നു യൂറോപ്യന്മാരായിട്ടുണ്ടായിരുന്നത്. ഈ ഭൂരിപക്ഷ ബോധം ശിപ്പായിമാരിൽ വളരെയധികം ആത്മവിശ്വാസം ഉണ്ടാക്കിയിരുന്നു. സൈന്യ വിന്യാസവും വളരെ ശരിയായിട്ടുള്ള രീതിയിൽ ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. ഡൽഹി, അലഹബാദ് തുടങ്ങിയ തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥാനങ്ങൾ പൂർണ്ണമായിട്ടും ശിപ്പായിമാരുടെ നിയന്ത്രണത്തിലായിരുന്നു. ദീനാപൂരിലൊഴികെ ഒരിടത്തും അലഹബാദിനും കൽക്കട്ടയ്ക്കുമിടയിൽ ബ്രിട്ടീഷ് പട്ടാളക്കാരുടെ സാന്നിധ്യം അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ബ്രിട്ടൻ ആണെങ്കിൽ ഈ സന്ദർഭത്തിൽ ക്രിമിയ, പേർഷ്യ, ചൈന എന്നിവിടങ്ങളിൽ യുദ്ധത്തിലേർപ്പെട്ടിരിക്കുകയായിരുന്നു. ഇംഗ്ലണ്ട് വിഷമസന്ധിയിലാണെന്നും അവരുടെ ഇന്ത്യൻ സാമ്രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം തങ്ങളെ ആശ്രയിച്ചിട്ടാണ് ഉള്ളതെന്നും ശിപ്പായിമാർ വിശ്വസിച്ചിരുന്നു. കൊഴുപ്പ് പുരട്ടിയ വെടിയുണ്ടകളാണ് ശിപ്പായിമാരെ പ്രകോപിതരാക്കിയത്. പുതിയ എൻഫീൽഡ് തോക്കുകളിൽ ഉപയോഗിക്കാനുള്ള വെടിയുണ്ടകൾ പശു, പന്നി എന്നിവയുടെ കൊഴുപ്പ് പുരണ്ടതാണെന്നുള്ള കിംവദന്തി പിൽക്കാലത്ത് യാഥാർത്ഥ്യമായി തീർന്നു. അക്കാലത്ത് വെടിയുണ്ടയുടെ ഒരറ്റത്ത് കടിച്ചു പിടിച്ചു കൊണ്ടാവണം തോക്കിലിട്ട് നിറക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അത് തങ്ങളെ മതഭ്രഷ്ടനാക്കാനുള്ള ഒരടവാണ് എന്ന് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും തോന്നിയിരുന്നു. ഹിന്ദുക്കൾക്ക് പശുക്കളെ ദിവ്യ മൃഗമായിട്ടും മുസ്ലിങ്ങൾ പന്നികളെ നിർകൃഷ്ട മൃഗമായിട്ടുമാണ് കരുതി പോന്നിരുന്നത്. അതുപോലെ കലാപത്തിൻ്റെ പ്രോഗ്രസ് എങ്ങനെയാണെന്ന് നോക്കാം. 1857 ജനുവരിയിൽ കൽക്കട്ടക്കടുത്തുള്ള ഡംഡമിൽ വെച്ചാണ് ശിപ്പായിമാർ കൊഴുപ്പ് പുരട്ടിയ വെടിയുണ്ടകൾ ഉപയോഗിക്കുന്നതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചത്. പിന്നീട് മാർച്ച് 29 ബാരക്പൂരിലുണ്ടായിരുന്ന ഇന്ത്യൻ സൈനികരും അത്തരം വെടിയുണ്ടകൾ ഉപയോഗിക്കാൻ വിസമ്മതിച്ചു. കൂടാതെ ബാരക്പൂരിലെ ഇന്ത്യൻ കാലാൾ പടയുടെ 34-ാം യൂണിറ്റിൻ്റെ യൂറോപ്യൻ അഡ്ജുട്ടൻറ്റിൻ്റെ മംഗൾ പാണ്ഡെ എന്നു പേരുള്ള ഒരു ബ്രാഹ്മണ ശിപ്പായി വധിച്ചു. ഇതേ തുടർന്ന് കുറ്റക്കാരനായിട്ടുള്ള ശിപ്പായിയെ സൈനിക നിയമപ്രകാരം വധിച്ചു. തുടർന്ന് അംബാല, മീററ്റ് തുടങ്ങിയ സൈനിക കേന്ദ്രങ്ങളിലും കുഴപ്പങ്ങളുണ്ടായി. മീററ്റിലെ 3-ാം കുതിരപ്പട്ടാളത്തിൻ്റെ യൂണിറ്റിലെ സൈനികർ കൊഴുപ്പ് പുരട്ടിയ വെടിയുണ്ടകൾ ഉപയോഗിക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്നാണ് അവരിൽ 85 പേർ ദീർഘകാലത്തേക്ക് തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. അടുത്ത ദിവസം, അതായത് മെയ് 10 അവിടെ കുതിരപ്പടയും 2 കാലാൾപ്പട റെജിമെൻറ്റുകളും കൂടി ജയിൽ ഭേദിച്ച് തങ്ങളുടെ കൂട്ടുകാരെ മോചിപ്പിക്കുകയും ഓഫീസർമാരുടെ വീടുകൾ കത്തിക്കുകയും കയ്യിൽ കിട്ടിയ എല്ലാ യൂറോപ്യരെയും വധിക്കുകയും ചെയ്തു. ശിപ്പായി ലഹളയുടെ ആരംഭം കുറിക്കുന്നത് ഈ തീയതി മുതലാണ്.
തൻ്റെ കീഴിൽ 2200ഓളം പട്ടാളക്കാർ ഉണ്ടായിരുന്നിട്ടും മീററ്റിലെ സൈനിക മേധാവിയായിട്ടുണ്ടായിരുന്ന ജനറൽ ഹെവിറ്റ് ലഹള അടിച്ചമർത്താൻ യാതൊരു ശ്രമവും നടത്തിയിട്ടുണ്ടായിരുന്നില്ല. 1857 മെയ് 11 ലഹളക്കാർ ഡൽഹിയിലെത്തുകയും ഡൽഹി പിടിച്ചടക്കുകയും ചെയ്തു. അവിടുത്തെ വെടിക്കോപ്പ് ശേഖരത്തിൻ്റെ ചുമതലയുണ്ടായിരുന്ന ലഫ്റ്റനൻ്റ് വില്ലോപ്പിയെ ലഹളക്കാർ കീഴടക്കി. തുടർന്ന് വിപ്ലവകാരികൾ പഴയ മുഗൾ ഭരണം പുനഃസ്ഥാപിച്ചതായിട്ട് പ്രഖ്യാപിക്കുകയും ബഹാദൂർ ഷാ രണ്ടാമനെ ചക്രവർത്തിയായിട്ട് അവരോധിക്കുകയും ചെയ്തു. കൂടാതെ അവർ ഡൽഹിയിൽ കണ്ട എല്ലാ യൂറോപ്യൻ വംശജരെയും വധിക്കുകയും ചെയ്തു. ഡൽഹിയുടെ പതനം ബ്രിട്ടീഷ് മേൽക്കോയ്മയ്ക്കേറ്റ ഏറ്റവും ശക്തമായിട്ടുള്ള ആഘാതമായിരുന്നു. അവധ്, റോഹിൽഗഡ് ഉൾപ്പെടെയുള്ള മധ്യേന്ത്യയുടെ പല പ്രദേശങ്ങളിലേക്കും വിപ്ലവാഗ്നി പടർന്നു. മെയ് 27 ജൂൺ 5 ഇടയ്ക്ക് ആഗ്ര, ബറേലി, ലക്നൗ, ബനാറസ്, കാൺപൂർ, നസീറാബാദ് അഥവാ രാജസ്ഥാനിലാണ് നസീറാബാദ്, നൈമാച്ച് അത് ഗോളിയോറിലാണ് എന്നിവിടങ്ങളിൽ ഉണ്ടായിരുന്ന ശിപ്പായിമാർ ലഹള ആരംഭിച്ചു. ഝാൻസിയിലെ റാണിയായിരുന്ന ലക്ഷ്മി ബായിയാണ് ബുണ്ടേൽഖണ്ഡ് പ്രദേശത്ത് ലഹളയ്ക്ക് നേതൃത്വം നൽകിയത്. ഇവിടെയും ഏതാനും യൂറോപ്യൻ പട്ടാളക്കാർ ശിപ്പായിമാരാൽ വധിക്കപ്പെട്ടു. ലഹളയുടെ ആരംഭത്തിലുണ്ടായ നടുക്കം കെട്ടടങ്ങിയതോടുകൂടി ഡൽഹി തിരിച്ചു പിടിക്കുവാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചു. മീററ്റിൽ നിന്നും അംബാലയിൽ നിന്നും വന്നു ചേർന്ന സംയുക്ത സൈന്യം ഡൽഹിയുടെ വടക്കുഭാഗത്ത് ഉയർന്നു നിൽക്കുന്ന കുന്നിൻ നിരകളിൽ നിലയുറപ്പിച്ചു. എങ്കിലും പഞ്ചാബിൽ നിന്നും ജോൺ നിക്കോൾസന്റെ നേതൃത്വത്തിലുള്ള പോഷക സേനയും പീരങ്കി വ്യൂഹവും എത്തുന്നത് വരെ ഡൽഹി ബ്രിട്ടീഷുകാർക്ക് പിടിച്ചടക്കുവാൻ സാധിച്ചിരുന്നില്ല. സെപ്റ്റംബറോടുകൂടി ബ്രിട്ടീഷുകാർ ഡൽഹി തിരികെ പിടിച്ചു. ബഹദൂർ ഷാ രണ്ടാമൻ തടവുകാരനാക്കപ്പെട്ടു. ഇതേ തുടർന്നുണ്ടായിട്ടുള്ള പ്രതികാര നടപടികളുടെ ഭാഗമായിട്ട് ബഹദൂർ ഷായുടെ 2 പുത്രന്മാരും 1 പൗത്രനും ലഫ്റ്റനൻ്റ് ഹോഡ്സന്റെ നിറതൂക്കിനിരയായി. ഡൽഹി നിവാസികളും ബ്രിട്ടീഷുകാരുടെ ക്രൂരമായിട്ടുള്ള പ്രതികാര നടപടികൾക്ക് വിധേയരായി. അവർക്ക് വളരെയധികം കഷ്ടതകൾ സഹിക്കേണ്ടതായിട്ട് വന്നു. ഡൽഹി വലയം ചെയ്തപ്പോൾ ഏറ്റ ഒരു മുറിവിനെ തുടർന്ന് നിക്കോൾസൺ മരിച്ചു. ഡൽഹി തിരികെ പിടിച്ചത് ബ്രിട്ടീഷുകാരുടെ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിപ്പിച്ചു. ലക്നൌവിൽ ലഹള പൊട്ടിപ്പുറപ്പെട്ടത് ജൂൺ 4 താമസിയാതെ മുഴുവൻ ലക്നൌക്കാരും ലഹളക്കാരുടെ പിടിയിലായി. ചീഫ് കമ്മീഷണറായിരുന്ന സർ ഹെൻറി ലോറൻസ് അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്ന മുഴുവൻ യൂറോപ്യൻ വംശജരോടും അവരോട് പുലർത്തിയിരുന്ന സൈനികരോടും കൂടി റെസിഡൻസിയിലേക്ക് പിൻവാങ്ങാൻ നിർബന്ധിതനായി. ഇതിനെ തുടർന്നിട്ട് റെസിഡൻസി ലഹളക്കാർ വലയം ചെയ്തു. റെസിഡൻസിയുടെ പ്രതിരോധത്തിനിടയിൽ ഹെൻറി ലോറൻസ് കൊല്ലപ്പെട്ടു. എങ്കിലും ബ്രിഗേഡിയർ ഇംഗ്ലിസിൻ്റെ നേതൃത്വത്തിൽ റെസിഡൻസിയുടെ പ്രതിരോധം തുടർന്നു. ഹാവ്ലോക്കും ഔട്ട്രാമും ലക്നൗ തിരിച്ചുപിടിക്കുവാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും ലഹളക്കാരാൽ വലയം ചെയ്യപ്പെട്ടു. അങ്ങനെ റെസിഡൻസിയിലേക്ക് ചില സഹായങ്ങൾ എത്തിച്ച ശേഷം അവർക്ക് പിൻവാങ്ങേണ്ടി വന്നു. അവസാനം ഇംഗ്ലണ്ടിൽ നിന്ന് അയച്ചിട്ടുള്ള സർവ്വസൈന്യാധിപൻ സർ കോളിൻ ക്യാമ്പലാണ് ലക്നൌവിൽ പ്രവേശിച്ച് റെസിഡൻസിയിൽ ഉണ്ടായിരുന്ന യൂറോപ്യന്മാരെ ഒഴിപ്പിച്ചു കൊണ്ടുപോയത്. അങ്ങനെ 1858 മാർച്ചിലാണ് ലക്നൗ തിരികെ പിടിച്ചത്. ലക്നൌവിൽ വെച്ചിട്ടുണ്ടായിരുന്ന യുദ്ധത്തിലാണ് ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ സമുന്നത നേതാക്കളിൽ ഒരാളായിട്ടുള്ള ജനറൽ നീൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. 1857 ജൂൺ 5 വിപ്ലവകാരികൾ കാൺപൂർ പിടിച്ചത്. അവസാനത്തെ ഷേർഷായുടെ ദത്തുപുത്രനായിരുന്ന നാനാ സാഹിബായിരുന്നു കാൺപൂർ വിപ്ലവകാരികളുടെ നേതാവ്. ജനറൽ ഹ്യൂ വീലറുടെ കീഴിലുണ്ടായിരുന്ന ബ്രിട്ടീഷ് സൈന്യം 20 ദിവസത്തെ ചെറുത്തുനിൽപ്പിനൊടുവിൽ കലാപകാരികൾക്ക് കീഴടങ്ങി. എന്നാൽ അവരിൽ ഭൂരിഭാഗവും പിന്നീട് ചതിവിൽ കൊല്ലപ്പെട്ടു. ഹാവ്ലക്ക് കാൺപൂരിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു നല്ല സംഖ്യ അഥവാ 200 പേർ യൂറോപ്യൻ സ്ത്രീകളെയും കുട്ടികളെയും വിപ്ലവകാരികൾ 200 പേരോളം വരുന്ന യൂറോപ്യൻ സ്ത്രീകളെയും കുട്ടികളെയുമാണ് വിപ്ലവകാരികൾ കൊല ചെയ്തത്. നാനാ സാഹിബ് ഇന്ത്യൻ അതിർത്തിക്കപ്പുറം നേപ്പാളിലേക്ക് തുരത്തപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പ്രാപ്തനും സമർത്ഥനുമായിട്ടുള്ള ജനറൽ താന്തിയോ തോപ്പി ബുണ്ടേൽഖണ്ഡിലേക്ക് ഝാൻസിയിലെ റാണിയോടൊത്ത് ചേർന്ന് പ്രതിരോധിച്ചു. രോഷാകുലരായിട്ടുള്ള ബ്രിട്ടീഷ് സൈന്യം രൂക്ഷമായിട്ടുള്ള നടപടികൾ ആരംഭിച്ചു. കലാപകാരികൾക്കെതിരെ അവർ വളരെയധികം പ്രതികാര നടപടികൾ സ്വീകരിച്ചു. 1857 മെയ്യിലാണ് ബറേലിയിൽ ലഹള തുടങ്ങിയത്. വാറൻ ഹേസ്റ്റിങ്സിൻ്റെ കാലത്തെ പ്രശസ്തനായിരുന്ന റോഹില്ല നേതാവ് ഹഫീസ് റഹ്മദ് ഖാൻ്റെ പൗത്രൻ ഖാൻ ബഹദൂർ ഖാൻ അവിടെ നവാബായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു. അങ്ങനെ 1858 മാസത്തിൽ ക്യാമ്പൽ ബറേലി തിരിച്ചുപിടിക്കുന്നത് വരെ 1 വർഷത്തോളം അദ്ദേഹം അവിടെ അധികാരം പുലർത്തി. ഝാൻസിയിലെ രാജാവായിരുന്ന ഗംഗാധർ റാവുവിൻ്റെ പ്രധാന വിധവയായിരുന്നു റാണി ലക്ഷ്മിബായി. മധ്യേന്ത്യയിലെയും ബുണ്ടേൽഖണ്ഡിലെയും ലഹളക്കാരുടെ നേതാവ് റാണി ലക്ഷ്മിബായി ആയിരുന്നു. നാനാ സാഹിബിൻ്റെ ജനറലായിരുന്ന താന്തിയോ തോപ്പിയും ധൈര്യശാലിയായിട്ടുള്ള റാണിയോടൊപ്പം ചേർന്നു. 1859
ഏപ്രിൽ മെയ് മാസങ്ങളിൽ സർ ഹ്യൂറോസ് താൻസിയും കൽപ്പിയും പിടിച്ചതിനു ശേഷം റാണിയും താന്തിയാതോപ്പിയും ഗോളിയോറിലേക്ക് പിൻവാങ്ങി. ധീരമായിട്ടുള്ള നീക്കത്തിൻ്റെ ഫലമായിട്ട് റാണിയും കൂട്ടരും ഗോളിയോർ പിടിച്ചു. അങ്ങനെ ഇതേ തുടർന്നിട്ട് ബ്രിട്ടീഷുകാരോട് കൂറു പുലർത്തിയിരുന്ന ഗോളിയോറിലെ സിന്ധ്യ അവിടെ നിന്നും പലായനം ചെയ്യാൻ നിർബന്ധിതരായി. അവസാനം ആഗ്രയിൽ സിന്ധ്യ അഭയം തേടി. 1858 ജൂണിൽ ഹ്യൂറോസ് ഗോളിയോർ പിടിച്ചെടുത്തു. പുരുഷവേഷമണിഞ്ഞ് ധീരോദ്ധമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കെയാണ് വെടിയേറ്റിട്ട് താൻസി റാണി അഥവാ റാണി ലക്ഷ്മിബായി മരണപ്പെടുന്നത്. താന്തിയാതോപ്പി രക്ഷപ്പെട്ടു. പക്ഷേ അദ്ദേഹം ബ്രിട്ടീഷുകാരാൽ വേട്ടയാടപ്പെട്ട് അവസാനം സിന്ധ്യയുടെ ഒരു പിണിയാളിൻ്റെ പിടിയിലായി. അങ്ങനെ താന്തിയാതോപ്പിയെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റി. ഈ വലിയ കലാപങ്ങൾ കൂടാതെ ബീഹാർ, രാജസ്ഥാൻ, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലും ഏതാനും ചെറിയ കുഴപ്പങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. ബീഹാറിലെ ആരായിൽ ഒരു രജപുത്ര സെമീന്ദാരുടെ നേതൃത്വത്തിൽ ലഹളയുണ്ടായി. മഹാരാഷ്ട്രയാകമാനം വളരെയധികം പ്രക്ഷുബ്ധാവസ്ഥയിലായിരുന്നുവെങ്കിലും കോലാപൂരിലെ ഒരു ചെറിയ കലാപം വെച്ചാൽ മഹാരാഷ്ട്രയിൽ പ്രത്യേകം പരാമർശാർഹമായിട്ടുള്ള ലഹളയൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. രാജസ്ഥാനിലും ചെറിയ കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ചെറിയ കലാപങ്ങളെല്ലാം അടിച്ചമർത്തപ്പെട്ടു. പുതുതായി പിടിച്ചെടുക്കപ്പെട്ട പഞ്ചാബിൽ യാതൊരു കുഴപ്പങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. മദ്രാസ് പ്രവിശ്യയിലും ശാന്തതയായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെല്ലാം തന്നെ ലഹളയിൽപ്പെടാതെ മാറി നിന്നു. ഗോളിയോറും ഇൻഡോറും മാത്രമേ ഇതിനൊരു അപവാദമായിട്ട് അവരുമായിട്ട് ബ്രിട്ടീഷുകാരുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഗോളിയോറിലെയും ഇൻഡോറിലെയും ഭരണാധികാരികൾ ബ്രിട്ടീഷുകാരോട് കൂറു കാണിച്ചപ്പോൾ അവിടുത്തെ പട്ടാളം വിപ്ലവ പക്ഷത്ത് ചേർന്നിരുന്നു. അഫ്ഗാനിസ്ഥാൻ സൗഹാർദ്ദത്തോടെയാണ് പെരുമാറിയത്. നേപ്പാൾ സൗഹാർദ്ദത്തോടെ പെരുമാറുകയും അതുപോലെ തന്നെ വിപ്ലവം അടിച്ചമർത്താൻ വേണ്ടിയിട്ട് വളരെ അധികം സഹായം നൽകുകയും ചെയ്തു. വിപ്ലവം അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാരെ സഹായിച്ചവരുടെ കൂട്ടത്തിൽ സിന്ധ്യയുടെ മന്ത്രിയായിരുന്ന സർ ദിൻകർ റാവു, അതുപോലെ നൈസാമിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന സർ സലാർ ജംഗ്, അതുപോലെ നേപ്പാളിലെ യഥാർത്ഥ ഭരണാധികാരിയും മന്ത്രിയുമായിരുന്ന സർ ജംഗ് ബഹദൂർ എന്നിവരുടെ പേരുകൾ വളരെയധികം സ്ഥാനം അർഹിക്കുന്നുണ്ട്. ഇനി വിപ്ലവത്തിൻ്റെ സ്വഭാവം എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. 1857 വിപ്ലവത്തിൻ്റെ സ്വഭാവത്തെയും പ്രകൃതത്തെയും കുറിച്ചിട്ട് ഹിസ്റ്റോറിയന്മാർക്കിടയിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമാണുള്ളത്. ഹിസ്റ്റോറിയൻസിൽ വളരെയധികം പേര് ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ കമ്പനിയുടെ കീഴിലുള്ള ഒരു വിഭാഗം ഇന്ത്യൻ ശിപ്പായിമാർ മാത്രം ഉൾപ്പെട്ട വെറും ഒരു പട്ടാള ലഹള എന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചത്. ഇന്ത്യൻ രാജ്യസ്നേഹികളുടെ വീക്ഷണത്തിൽ ഒരു ദേശീയ പ്രക്ഷോഭണവും ആദ്യത്തെ സ്വാതന്ത്ര്യ സമരവുമായിരുന്നു 1857 കലാപം. ഹൈന്ദവരുടെ ദുഃഖത്തിൽ നിന്ന് മുതലെടുത്തുകൊണ്ടുള്ള ഒരു മുസ്ലിം ഗൂഢാലോചനയായിരുന്നു അത് എന്ന് അഭിപ്രായമാണ് സർ ജെയിംസ് ഔട്ട് റാമിനുണ്ടായിട്ടുണ്ടായിരുന്നത്. അത് ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള മതപരമായിട്ടുള്ള യുദ്ധമായിരുന്നു എന്നും കറുത്തവരും വെളുത്തവരും തമ്മിലുള്ള ഒരു സമരമായിരുന്നു എന്നും സംസ്കാരവും കിരാതത്വവും തമ്മിലുള്ള സംഘട്ടനമായിരുന്നു എന്നുമൊക്കെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. അതൊരു ശിപായി ലഹളയേക്കാൾ ഉപരിയായിട്ടുള്ളതും അതുപോലെ ദേശീയ വിപ്ലവത്തിൻ്റെ അത്ര വരാത്തതുമായിട്ടുള്ള ഒന്നായിരുന്നു എന്നതാണ് ശരിയായ കാഴ്ചപ്പാട് എന്ന് തോന്നുന്നു. ആ ലഹള ജനകീയ പിന്തുണയോ സഹാനുഭൂതിയോ ഇല്ലാത്തത് വെറും ഒരു പട്ടാള വിപ്ലവമായിരുന്നു എന്നുള്ള അഭിപ്രായം നിഷ്പക്ഷമായ അന്വേഷണത്തിൻ്റെ മുൻപിൽ നടക്കുന്ന ഒരു വില പോകുന്നൊരു കാര്യമല്ല. തുടക്കത്തിൽ സൈനിക സംബന്ധമായിരുന്നുവെങ്കിലും പിന്നീട് ബ്രിട്ടീഷ് മേൽക്കോയ്മയുടെ വ്യാപനത്താൽ പീഡിതരായിരുന്ന വിവിധ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾ അതിനോട് കൂടിച്ചേർന്നു എന്നുള്ളതാണ് വസ്തുത. സ്ഥാനഭ്രഷ്ടരാക്കപ്പെട്ടിട്ടുള്ള ഭരണാധികാരികൾ, കുടിയൊഴിപ്പിക്കപ്പെട്ടിട്ടുള്ള ഭൂപ്രഭുക്കന്മാർ, അസംതൃപ്തരായി തീർന്നിട്ടുള്ള രാജസേവകന്മാർ, പിരിച്ചുവിടപ്പെട്ട പട്ടാളക്കാർ തുടങ്ങിയ അനേകം പേർ ലഹളയിൽ പങ്കുചേർന്നിരുന്നു. തങ്ങളുടെ ആദ്യകാല ഭൂവുടമകളോടുള്ള സഹാനുഭൂതി കൊണ്ട് നല്ല വിഭാഗം കൃഷിക്കാരും വിപ്ലവത്തിൽ പങ്കുകൊണ്ടിരുന്നു. അവധ്, റോഹിൽഖണ്ഡ്, ബുണ്ടേൽഖണ്ഡ്, പടിഞ്ഞാറൻ ബീഹാറിലെ ചില പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ജനകീയ വിപ്ലവത്തിൻ്റെ സ്വഭാവം തന്നെയായിരുന്നു ഇതിനുണ്ടായിട്ടുണ്ടായിരുന്നത്. ഇതൊരു ദേശീയ വിപ്ലവം അല്ലെങ്കിൽ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരമായിരുന്നു എന്നുള്ള വിവരണവും പല കാരണങ്ങളാൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നതല്ല. ഒരു ആധുനിക അർത്ഥത്തിലുള്ള ദേശീയബോധം എന്ന ധാരണ 19-ാം നൂറ്റാണ്ടിലെ മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. ഭൂമിശാസ്ത്രപരമായിട്ടുള്ള വെറും ഒരു പേര് മാത്രമായിരുന്നു ഇന്ത്യ എന്നുള്ളത്. അന്നത്തെ ഇന്ത്യക്കാർക്ക് ഒരു ഏകതാബോധവും അവരുടെ ചിന്തയിൽ പോലും ഉണ്ടായിട്ടുള്ളൊരു കാര്യമല്ല. അതുപോലെ തന്നെ സ്വരാജ്യ സ്നേഹം എന്നുള്ളത് പ്രാദേശികമായിട്ടുള്ളതായിരുന്നു. അല്ലാതെ ഇന്നത്തെ പോലെ അഖിലേന്ത്യാപരമായിട്ടുള്ള ഒരു നാഷണലിസം അന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ദേശീയ ബോധവും ദേശീയതയും ഒന്നും അന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അവർ നിലനിൽക്കുന്ന ആ നാട്ടുരാജ്യത്തിനോടായിരുന്നു അവർക്ക് രാജ്യസ്നേഹം എന്നുള്ള രീതിയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. രണ്ടാമതായിട്ടുള്ള നർമ്മദ നദിക്ക് വടക്കുള്ള പ്രദേശങ്ങളിൽ മാത്രമായിരുന്നു ഈ വിപ്ലവം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അവിടെ പോലും ഇപ്പോഴത്തെ UP, മധ്യേന്ത്യയുടെ ബീഹാറിൻ്റെയും ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ മാത്രമാണ്
ഒരു ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ശക്തി ആർജിച്ചിട്ടുണ്ടായിരുന്നത്. രാജ്യത്തിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളെയും ഭൂരിഭാഗം ജനങ്ങളെയും അത് ബാധിച്ചിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. വിപ്ലവം തുടക്കത്തിൽ സൈനിക സ്വഭാവമുള്ളതായിരുന്നു. അതിൽ കൂടുതലായി ഒന്നുമില്ലായിരുന്നു. ഇന്ത്യക്കാരായിട്ടുള്ള എല്ലാ പട്ടാളക്കാരും അതിൽ സംബന്ധിച്ചിട്ടില്ല എന്നുള്ളതും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. ഇന്ത്യൻ പട്ടാളക്കാരിൽ ഒരു വലിയ വിഭാഗം അതിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുകയും അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാരെ സഹായിക്കുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മൂന്നാമതായിട്ട്, ഒരു ദേശീയ പ്രസ്ഥാനം എന്ന പേരിന് അർഹതപ്പെട്ട രീതിയിൽ പൊതുവായിട്ടുള്ള ദേശീയ ലക്ഷ്യങ്ങളോ പൊതു താല്പര്യങ്ങളോ 1857 ലഹളയ്ക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അതേസമയത്ത് വിപ്ലവ നേതാക്കൾ നേടിയെടുക്കാൻ ശ്രമിച്ചിട്ടുള്ളത് വ്യത്യസ്തവും പരസ്പര വിരുദ്ധവുമായിട്ടുള്ള അവരുടെ ലാഭങ്ങളും നേട്ടങ്ങളുമാണ്. ഒരു ദേശീയ ബോധമോ ഏകീകരണ ചിന്തയോ അവരിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. മതപരമോ രാഷ്ട്രീയമോ ആയിട്ടുള്ള പരിഗണനയേക്കാൾ കൂടുതൽ ഭൗതിക നേട്ടങ്ങൾക്കാണ് ശിപായിമാർ പോലും പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവർ യൂറോപ്യന്മാരെയും ഇന്ത്യക്കാരെയും ഒരുപോലെ കൊള്ളയടിക്കുന്നതിൽ ഏർപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ പരിമിതമായ അർത്ഥത്തിൽ മാത്രമേ ഈ വിപ്ലവത്തെ ഒരു സ്വതന്ത്ര സമരമായിട്ടോ ദേശീയ വിപ്ലവമായിട്ടോ കണക്കാക്കാൻ കഴിയുകയുള്ളൂ. ഒരർത്ഥത്തിൽ വിദേശ മേൽക്കോയ്മയ്ക്കെതിരെ മണ്ണിൻ്റെ മക്കൾ നടത്തുന്ന ഏത് വിപ്ലവത്തെയും അവരെ അതിന് പ്രചോദിപ്പിക്കുന്ന ഉദ്ദേശങ്ങളെ കണക്കിലെടുക്കുന്നില്ലെങ്കിൽ ദേശീയ വിപ്ലവം എന്ന് വിളിക്കാൻ സാധിക്കും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ദേശീയ വിപ്ലവം എന്ന് നമുക്ക് പറയാം. ഈ വിഷയത്തെക്കുറിച്ചിട്ട് ആധുനിക ഗവേഷണം സമ്പാദിച്ചിട്ടുള്ള തെളിവുകളൊന്നും വിപ്ലവത്തിൻ്റെ മറ്റു സ്വഭാവങ്ങളെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളെ തെളിയിക്കാൻ പര്യാപ്തമല്ല. അതുകൊണ്ട് തന്നെ അവയെല്ലാം യഥാർത്ഥമല്ലാത്തത് മുൻവിധിയോട് കൂടിയത് എന്ന് കണക്കാക്കിയിട്ട് തള്ളിക്കളയേണ്ടി വരും. ഈ സ്വഭാവങ്ങളും വിശേഷങ്ങൾക്കുമുപരി ഈ വിപ്ലവം സാരാംശത്തിൽ വിശുദ്ധ മനോഭാവത്തിൽ പ്രചോദിതരായിട്ടുള്ള ഫ്യൂഡൽ പ്രഭുക്കന്മാരും അവരുടെ അനുയായികളും ചേർന്ന് നയിച്ചിട്ടുള്ള ഫ്യൂഡൽ വിപ്ലവമായിരുന്നു. സ്വാഭാവികമായും നേതൃത്വത്തിന് വേണ്ടി നോക്കിയത് മുഗൾ രാജവംശത്തിലും ഒരു കാലത്ത് ശക്തരും ഇപ്പോൾ തികച്ചും ശക്തിഹീനരുമായിട്ടുള്ള രാജകുടുംബങ്ങളിലുമാണ്. വിസ്തൃതമായിട്ടുള്ള പ്രദേശങ്ങളിലെ ജനപിന്തുണയുണ്ടായിരുന്ന ഈ ഫ്യൂഡൽ പ്രഭുക്കന്മാർക്ക് പക്ഷേ അവർ അപ്രാപ്തരും അസംഘടിതരും രചനാത്മകമായ ആശയങ്ങളോ പൊതുവായ ലക്ഷ്യങ്ങളോ ഉള്ളവരുമായിരുന്നില്ല. അവർ നേരത്തെ തന്നെ ചരിത്രത്തിൽ അവരുടേതായിട്ടുള്ള പങ്ക് നിർവഹിച്ചിരുന്നു. അവർക്ക് ഭാവി കാലത്തിൽ ഒന്നും ചെയ്യാനുണ്ടായിട്ടുണ്ടായിരുന്നില്ല. കൂടാതെ ഈ കലാപം അതിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ അസാധാരണമായിട്ടുള്ള മൃഗീയത കൊണ്ടും പരിഷ്കൃത യുദ്ധമുറകളുടെ അവഗണന കൊണ്ടും സവിശേഷവൽക്കരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ലഹളക്കാരും ബ്രിട്ടീഷ് സൈന്യവും മനുഷ്യന് ചിന്തിക്കാനാവുന്നതിൽ അപ്പുറമായിരുന്നു നിഷ്ഠൂര പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിന് രണ്ടു കൂട്ടരും ഒരുപോലെ കുറ്റക്കാരുമായിരുന്നു. ഇനി വിപ്ലവത്തിൻ്റെ ഫലങ്ങൾ എന്തെല്ലാമായിരുന്നു എന്ന് നോക്കാം. നിഷ്ഠൂരവും അടിച്ചമർത്തപ്പെട്ടിരുന്നതുമെങ്കിലും കമ്പനി ഭരണത്തിൻ്റെ അടിത്തറ പോലും കലാപത്താൽ ഉലയ്ക്കപ്പെട്ടിരുന്നു. അതിൻ്റെ പാഠങ്ങൾ അതു നൽകിയ മുന്നറിയിപ്പുകളും പിന്നീട് ഒരിക്കലും വിസ്മരിക്കപ്പെട്ടിട്ടില്ല. വളരെ കാലത്തേക്ക് അത് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തെ സ്വാധീനിച്ചു കൊണ്ടിരുന്നു. ഭരണസമ്പ്രദായം, ഭരണനയം എന്നിവയിലും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനോടുള്ള ഇന്ത്യൻ ജനതയുടെ സമീപത്തിലും വളരെയധികം മാറ്റങ്ങൾ വരുത്താൻ ഈ കലാപത്തിന് കഴിഞ്ഞിരുന്നു. കമ്പനിയിൽ നിന്ന് ഇന്ത്യ ഭരണം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു എന്നതാണ് ഒന്നാമത്തെ ഫലം. മെച്ചപ്പെട്ട ഭരണ അധികാരത്തിന് വേണ്ടിയിട്ടുള്ള ആക്ട് 1858 ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയതോടു കൂടിയിട്ടാണ് ഈ കൈമാറ്റം സാധ്യമായി തീർന്നത്. ഇതൊരു നിയമ നടപടി മാത്രമായിരുന്നു. കാരണം വളരെ മുമ്പ് തന്നെ യഥാർത്ഥ അധികാരം ബ്രിട്ടീഷ് ചക്രവർത്തിയുടെ മന്ത്രിസഭയിൽ അംഗം കൂടിയായിട്ടുള്ള ബോർഡ് ഓഫ് കൺട്രോളിൻ്റെ പ്രസിഡൻറ്റിൽ നിക്ഷിപ്തമായിരുന്നു. കുറേ കാലമായിട്ട് കമ്പനി ഡയറക്ടർമാരായിരുന്നു ഒരു ഉപദേശക സമിതിയുടെ രീതിയിൽ പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ നേരത്തെ ആരംഭിച്ച ഒരു പ്രക്രിയയുടെ പരിസമാപ്തി കുറിക്കുക മാത്രമാണ് 1858 ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡയറക്ടർമാരുടെ കോട്ട് അഥവാ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്, ബോർഡ് ഓഫ് കൺട്രോളർ എന്നിവയെ ആക്ട് റദ്ദ് ചെയ്തു. അവയുടെ ജോലി കൂടി ഇന്ത്യ സെക്രട്ടറി ഏറ്റെടുത്തു. 15 അംഗങ്ങളുള്ള ഒരു കൗൺസിൽ സെക്രട്ടറിയെ സഹായിച്ചിരുന്നു. അങ്ങനെ 1754 പിറ്റ്സ് ഇന്ത്യ ആക്ട് പ്രകാരം നിലവിൽ വന്ന ദ്വിഭരണം നിർത്തലാക്കുകയും ഭരണ ചുമതല പൂർണ്ണമായിട്ടും ബ്രിട്ടീഷ് ഭരണകൂടത്തിൽ നിക്ഷിപ്തമാക്കുകയും ചെയ്തു. ആദ്യത്തെ വൈസ്രോയിയും ഗവർണർ ജനറലും എന്ന നിലയിൽ കാനിങ് പ്രഭുവാണ് 1858 നവംബർ 1 ഈ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചത്. രാജ്ഞിയുടെ പ്രഖ്യാപനം എന്നറിയപ്പെടുന്ന ഈ വിളംബരം രാജാക്കന്മാരുമായിട്ട് കമ്പനിക്കുണ്ടായിരുന്ന സഖ്യങ്ങളും കരാറുകളും അംഗീകരിച്ച് രാജാക്കന്മാരുടെ അവകാശങ്ങൾ, പദവി തുടങ്ങിയവ മാനിക്കപ്പെടുമെന്നും അവർക്ക് ഉറപ്പ് നൽകി. സാമ്രാജ്യ വിസ്തൃതിയിൽ ഇനിയും തങ്ങൾക്ക് താൽപ്പര്യമില്ലെന്ന് രാജാക്കന്മാരെ അറിയിച്ചു. പുരാതനമായിട്ടുള്ള അവകാശങ്ങളും ആചാരങ്ങളും സംരക്ഷിക്കപ്പെടുമെന്ന് ഇന്ത്യൻ ജനതയ്ക്ക് ഉറപ്പു നൽകി. ബ്രിട്ടീഷുകാരെ കൊന്നവരൊഴികെയുള്ള കുറ്റവാളികൾക്കെല്ലാം പൊതുമാപ്പ് നൽകപ്പെട്ടു.
എല്ലാവർക്കും സമാധാനവും നന്മയും മതസ്വാതന്ത്ര്യവും വാഗ്ദാനം ചെയ്തു. ജാതിമത വിശ്വാസങ്ങളുടെ പേരിലുള്ള വിവേചനം കൂടാതെ എല്ലാവർക്കും ഗവൺമെൻറ് ഉദ്യോഗങ്ങൾ നൽകുവാനും തീരുമാനമായി. രണ്ടാമതായിട്ട് കലാപമുണ്ടാക്കിയ പട്ടാളത്തിൽ സമൂലമായിട്ടുള്ള പുനഃസംഘടന നടന്നു. 1857 ശേഷം ഉണ്ടായിട്ടുള്ള പുതിയ സൈനിക നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പുനഃസംഘടന നടന്നത്. രാജ്ഞിയുടെ പട്ടാളക്കാരെന്നും കമ്പനിയുടെ കീഴിലുള്ള യൂറോപ്യൻ പട്ടാളക്കാരെന്നും രണ്ടായി അറിയപ്പെട്ടിരുന്ന യൂറോപ്യൻ പട്ടാളം ലയിച്ച് ഒന്നായിത്തീർന്നു. കമ്പനിയുടെ കീഴിലുള്ള യൂറോപ്യൻ പട്ടാളത്തെ രാജ്ഞിയുടെ പട്ടാളത്തിൽ ലയിപ്പിച്ചതിൽ കടുത്ത എതിർപ്പുണ്ടായി. പട്ടാളം ഒരു പുതിയ കലാപത്തിൻ്റെ അഥവാ വെള്ളക്കാരുടെ കലാപത്തിൻ്റെ വക്കോളമെത്തി. ഇതേ തുടർന്ന് 10,000-ഓളം പട്ടാളക്കാരെ പിരിച്ചുവിടപ്പെട്ടു. ഇന്ത്യൻ പട്ടാളക്കാരുടെ എണ്ണം നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ പകുതിയാക്കിയിട്ട് കുറച്ചു. യൂറോപ്യൻ പട്ടാളക്കാരുടെ എണ്ണം ഇരട്ടിയാക്കുകയും ചെയ്തു. പട്ടാളത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഒരു ജാതിയെ, വർഗത്തെ അല്ലെങ്കിൽ ഒരു ദേശക്കാരെ മറ്റൊരു ജാതിക്കും വർഗത്തിനും അല്ലെങ്കിൽ ഒരു പ്രദേശത്തിനും എതിരായി തിരിക്കാനുള്ള ശ്രമം നടന്നു. അങ്ങനെ ബംഗാൾ പട്ടാളം ബ്രാഹ്മണരും രജപുത്രരും എന്നതിന് പകരം സിക്കുകാരും ഗൂർഖകളും ഉൾക്കൊള്ളുന്നതായിട്ട് മാറി. തന്ത്രപ്രധാനമുള്ള പ്രദേശങ്ങൾക്ക് ബ്രിട്ടീഷ് പട്ടാളമാണ് കാവൽ നിന്നത്. പീരങ്കികൾ ബ്രിട്ടീഷുകാരുടെ സൂക്ഷിപ്പിലായിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. പിന്നീട് 50 വർഷക്കാലത്തിൽ വിഭജനവും പ്രതിതുലനവും ബ്രിട്ടീഷ് പട്ടാള നയത്തിൻ്റെ പ്രധാന അംശമായിട്ട് മാറി. ഇന്ത്യയിലെ രാജാക്കന്മാരോടും ഭൂവുടമകളോടുമുള്ള ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ നയത്തിലും മാറ്റമുണ്ടായി. അവകാശികളെ ദത്തെടുക്കാനുള്ള അധികാരം രാജാക്കന്മാർക്ക് നൽകപ്പെട്ടു. കൂടുതൽ പ്രദേശങ്ങൾ സാമ്രാജ്യത്തോട് ചേർക്കാൻ തങ്ങൾക്കിനി ആഗ്രഹമില്ല എന്ന് ബ്രിട്ടീഷുകാർ പ്രഖ്യാപിച്ചു. രാജാക്കന്മാരുടെ പദവികളും അവകാശങ്ങളും മാനിക്കപ്പെടും എന്ന് ഉറപ്പു നൽകി. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ നെടുംതൂണുകളായി രാജാക്കന്മാരെ നിലനിർത്താനുള്ള ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായിരുന്നു ഇത്തരം പ്രഖ്യാപനങ്ങൾ. അവധിലെ താലൂക്ക്ദാരന്മാരെ വിപ്ലവത്തിൻ്റെ ഭാഗഭാക്കുകളായതിൻ്റെ പേരിൽ നഷ്ടപ്പെട്ട ശിക്ഷകളിൽ നിന്നും ഒഴിവാക്കി. ഭാവിയിൽ വിശ്വസ്തയോടെ പെരുമാറിക്കൊള്ളാമെന്ന ഉറപ്പിൻ്റെ പേരിൽ ബ്രിട്ടീഷുകാർ ജന്മിമാരോടും സ്ഥാപിത താൽപ്പര്യക്കാരോടും കൂടുതൽ അടുക്കുകയും ബ്രിട്ടീഷുകാരുടെ വിശ്വസ്ത സുഹൃത്തുക്കളാക്കി തീരുകയും ചെയ്തു. കലാപത്തിൻ്റെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു ഫലമാണ് അത് ഇന്ത്യക്കാരുടെയും ബ്രിട്ടീഷുകാരുടെയും മനസ്സിൽ ഉണ്ടാക്കിയ വിദ്വേഷം. കലാപകാലത്തുണ്ടായിരുന്ന അതിക്രമങ്ങളാണ് ശാശ്വതമായിട്ടുള്ള ഈ വിദ്വേഷത്തിന് വഴിയൊരുക്കിയത്. കലാപത്തിനു ശേഷം ബ്രിട്ടീഷുകാർ തികച്ചും ഒറ്റപ്പെട്ട ജീവിതമാണ് നയിച്ചത്. ഇന്ത്യക്കാർ തീക്ഷ്ണമായിട്ടുള്ള യൂറോപ്യൻ വിരുദ്ധ വികാരം വളർത്തിയെടുക്കുകയും ചെയ്തു. തീവ്രവാദത്തിൻ്റെ ആവിർഭാവത്തിന് ഈ അവസ്ഥ കാരണമായി തീർന്നു. ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള ഭിന്നതകൾ വർദ്ധിക്കുവാനും കലാപം കാരണമായി. കലാപത്തെ കൂടുതൽ ഗൗരവമായിട്ടെടുത്തത് മുസ്ലിങ്ങളായിരുന്നു. ഹിന്ദുക്കളുടെ സഹകരണക്കുറവ് കൊണ്ടാണ് അത് പരാജയപ്പെട്ടത് എന്ന് മുസ്ലിങ്ങൾ വിശ്വസിച്ചു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വല്ലാത്ത ഒരു വിഷമഘട്ടമുണ്ടായിത്തീരാൻ ഇതിടയാക്കി. ഹിന്ദു മുസ്ലിം സംഘട്ടനം ഒരു പ്രശ്നമായി വളർന്നു വന്നു. നാലാമതായിട്ട് 1857 കലാപം ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമായി. R.C. മജുംദാരുടെ അഭിപ്രായത്തിൽ അതിൻ്റെ ആദ്യകാല സ്വഭാവം എങ്ങനെയായിരുന്നാലും കലാപം ബ്രിട്ടീഷ് അധികാരത്തിനെതിരായിട്ടുള്ള വെല്ലുവിളികളുടെ പ്രതീകമായിട്ട് തീർന്നു. ബ്രിട്ടീഷ് നുകത്തിൽ നിന്നും മോചനം നേടാനുള്ള ഒരു ഉദാഹരണമായിട്ടാണ് ഇത് മാറിയത്. ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരമെന്നും ഇതിന് പ്രശസ്തി ലഭിച്ചു. കലാപത്തിൻ്റെ പരാജയത്തിനുണ്ടായിട്ടുള്ള കാരണങ്ങൾ 1858 ആയപ്പോഴേക്കും കലാപം പൂർണ്ണമായിട്ടും അടിച്ചമർത്തപ്പെട്ടു. കലാപകാരികൾ കൈയടക്കിയ സ്ഥലങ്ങളിൽ ബ്രിട്ടീഷ് ഭരണം പുനഃസ്ഥാപിതമായി. കലാപത്തിൽ പങ്കെടുത്ത 1,20,000-ഓളം പട്ടാളക്കാരിൽ ഒരു നല്ല വിഭാഗം യുദ്ധത്തിൽ കൊല്ലപ്പെടുകയോ തടവുകാരാക്കപ്പെടുകയോ ചെയ്തു. ബാക്കിയുള്ളവർ നേപ്പാളിലെ ഇടതൂർന്ന കാടുകളെ അഭയം പ്രാപിച്ചു. ആയിരക്കണക്കിന് ജനങ്ങളും കലാപത്തിനിടക്ക് കൊല്ലപ്പെട്ടു. തിരികെ പിടിക്കപ്പെട്ട ഡൽഹി നഗരത്തിൽ മാത്രമായിട്ട് കൊല്ലപ്പെട്ടവരുടെ സംഖ്യ തന്നെ വളരെയധികം ഉളവാക്കുന്നതാണ്. പ്രതികാരദാഹികളായിട്ടുള്ള ബ്രിട്ടീഷ് പട്ടാളക്കാരാൽ ഭയന്ന് ചാർജ് ചെയ്യപ്പെടാത്തവർ അവിടെ ആരും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അലഹബാദ്, ബനാറസ്, ബറേലി, ലക്നൗ, കാൺപൂർ എന്നിവിടങ്ങളിൽ പൊതുജനങ്ങൾക്ക് ഇതേ അനുഭവം ആണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. കഴുമരങ്ങളായി ഉപയോഗിക്കപ്പെടാത്ത ഒരൊറ്റ മരം പോലും അലഹബാദിലും പരിസരങ്ങളിലും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. ബനാറസിൽ തെരുവ് പിള്ളേ പോലും വെടിവെച്ച് വീഴ്ത്തപ്പെട്ടു. കലാപത്തിൻ്റെ നേതാക്കൾക്കും ഭീകരമായിട്ടുള്ള അനുഭവമാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ബഹദൂർ ഷാ രണ്ടാമനെ അറസ്റ്റ് ചെയ്ത് വിചാരണയ്ക്ക് ശേഷം റങ്കൂണിലേക്ക് നാടുകടത്തി. 1862 87-ാമത്തെ വയസ്സിൽ അവിടെ വെച്ചാണ് അദ്ദേഹം മരണപ്പെട്ടത്. യുദ്ധത്തിൻ്റെ ഇടയിലാണ് ഝാൻസി റാണി കൊല്ലപ്പെട്ടത്. താന്തിയോ തോപ്പിയെ തൂക്കിക്കൊല്ലുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. കലാപ നേതാക്കന്മാരിൽ ഒട്ടുമിക്ക പേരും വധിക്കപ്പെട്ടു. കലാപത്തിൻ്റെ സമ്പൂർണ്ണ പരാജയത്തിനും നിരവധി കാരണങ്ങൾ
ഉണ്ട്. കലാപം ശക്തമായിരുന്നുവെങ്കിൽ പോലും അത് പ്രാദേശികവും അസംഘടിതവുമായിരുന്നു. UP, റോഹിൽഖണ്ഡ്, അവധ്, നർമ്മദയ്ക്കും ചമ്പലിനും ഇടയ്ക്കുള്ള പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലാണ് കലാപം പടർന്നു പിടിച്ചത്. എന്നാൽ ദോസ്ത് മുഹമ്മദിൻ്റെ കീഴിലുണ്ടായിരുന്ന അഫ്ഗാനിസ്ഥാൻ സുഹൃദ് രാജ്യമായിരുന്നു. സിന്ധും രജപുത്താനയും ശാന്തമായിരുന്നു. വിന്ധ്യന് തെക്കുള്ള പ്രദേശങ്ങളിൽ ഒരു ചലനവും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെയായിരുന്നു മധ്യപൂർവ്വ ബംഗാളും. കലാപത്തെ അടിച്ചമർത്തുന്നതിൽ നേപ്പാൾ ഗണ്യമായിട്ടുള്ള പങ്ക് വഹിച്ചിരുന്നു. എല്ലാ ശിപ്പായിമാരും കലാപത്തിൽ പങ്കെടുത്തു എന്ന് പറയുന്നത് ശരിയല്ല. 3 പ്രാദേശിക സൈന്യ വിഭാഗങ്ങളിൽ 1 മാത്രമാണ് കലാപത്തിൽ പങ്കുചേർന്നത്. കലാപം ശരിയായി സംഘടിക്കപ്പെട്ടതോ മുൻകൂട്ടി ആസൂത്രണം ചെയ്യപ്പെട്ടതോ ആയിരുന്നില്ല. കലാപകാരികൾക്ക് പൊതുലക്ഷ്യങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പൊതുവായ ഒരു നേതൃത്വവും ഉണ്ടായിരുന്നില്ല. നേരെ മറിച്ച് ബ്രിട്ടീഷുകാർക്ക് ആരംഭം മുതൽക്കേ നല്ല നേതൃത്വവും ലക്ഷ്യവും പ്രവർത്തന പരിപാടികളും ഉണ്ടായിരുന്നു. പരാജയ കാരണങ്ങളിൽ പ്രധാനപ്പെട്ടത് നല്ല നേതൃത്വത്തിൻ്റെ അഭാവമായിരുന്നു. ഝാൻസി റാണി മാത്രമായിരുന്നു ഈ സാമാന്യ നിയമത്തിന് ഏക അപവാദമായിട്ടുള്ളത്. മധ്യഭാരതത്തിലെ ബ്രിട്ടീഷ് കമാൻഡറായിരുന്ന സർ ഹ്യൂ റോസിൻ്റെ അഭിപ്രായത്തിൽ കലാപകാരികളിൽ വച്ച് ഏറ്റവും കരുത്തും തൻ്റെടവും ഉണ്ടായിരുന്നത് ഝാൻസി റാണിക്കാണ്. പക്ഷെ അവർക്കും പരിചയ സമ്പത്തുണ്ടായിരുന്നില്ല. അവർ ഒരു പ്രാദേശിക നേതാവ് മാത്രമായിരുന്നു. ബ്രിട്ടീഷുകാർക്കാണെങ്കിൽ കഴിവും അനുഭവ സമ്പത്തുമുള്ള നിരവധി ഓഫീസർമാരുണ്ടായിരുന്നു. ജോൺ ലോറൻസ്, നിക്കോൾസൺ, ഹാവ്ലക്ക്, നീൽ എഡ്വേർഡ്സ് തുടങ്ങിയവർ അസാമാന്യമായിട്ടുള്ള കഴിവും അർപ്പണബോധത്തോടും കൂടിയിട്ട് കലാപകാരികളെ അടിച്ചമർത്തി. ഝാൻസി റാണി, അവധിലെ ബീഗം ഹസ്രത്ത് മഹൽ, അതുപോലെ തന്നെ ഏതാനും ചില ചെറിയ പ്രദേശ പ്രമാണിമാർ എന്നിവർ ഒഴികെയുള്ള നാട്ടുരാജാക്കന്മാരാരും തന്നെ കലാപത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. സിന്ധ്യ, ഹോൾക്കർ, ഇൻഡോറിലെ ഹോൾക്കർ, അതുപോലെ സിന്ധ്യ, ഗ്വാളിയോറിലെ സിന്ധ്യ, പട്യാല മഹാരാജാവ്, ഭോപ്പാൽ ബീഗം തുടങ്ങിയവർ ബ്രിട്ടീഷുകാരെ പൂർണ്ണമായിട്ടും പിന്താങ്ങി. നേപ്പാളിലെ യഥാർത്ഥ ഭരണാധികാരിയും മന്ത്രിയുമായിരുന്ന സർ ജംഗ് ബഹദൂർ, സിന്ധ്യയുടെ മന്ത്രിയായിരുന്ന ദിനകർ റാവു, സർ സലാർ ജംഗ് എന്നിവർ കലാപം അടിച്ചമർത്തുന്നതിൽ ബ്രിട്ടീഷുകാരെ സഹായിച്ചവരാണ്. സിന്ധ്യ കലാപക്കൊടി ഉയർത്തിയിരുന്നുവെങ്കിൽ എല്ലാ മറാത്ത സ്റ്റേറ്റുകളും കലാപത്തിൽ പങ്കാളികളായിരുന്നു. പഞ്ചാബിലെ സിഖുകാരും ഒഴിഞ്ഞു നിന്നു. സിഖ് പട്ടാളക്കാർ കലാപം അടിച്ചമർത്താൻ വേണ്ടി നിയോഗിക്കപ്പെടുകയും ചെയ്തു. ബ്രിട്ടീഷ് പട്ടാളക്കാരുടേതിൽ നിന്നും തീരെ മോശമായിരുന്നു ശിപ്പായിമാരുടെ ആയുധങ്ങളും സജ്ജീകരണങ്ങളും ഘടനയും. ഉദാഹരണമായിട്ട് ശിപ്പായിമാർ ഉപയോഗിച്ചിരുന്നത് കാലഹരണപ്പെട്ട മസിൽ ലോഡർ തോക്കുകളാണ്. എന്നാൽ എത്രയോ കൂടുതൽ മെച്ചപ്പെട്ടിട്ടുള്ള ബ്രീച്ച് ലോഡർ തോക്കുകളാണ് ബ്രിട്ടീഷുകാരുടെ കൈവശം ഉണ്ടായിരുന്നത്. സമകാലികമായിട്ടുള്ള ശാസ്ത്രീയ പുരോഗതിയുടെ പ്രാധാന്യം, പ്രത്യേകിച്ചും കമ്പിത്തപാലിൻ്റെ പ്രസക്തി ശിപ്പായിമാർ വേണ്ടത്ര അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് യുദ്ധത്തിനാവശ്യമായിട്ട് അത് പ്രയോജനപ്പെടുത്താൻ ശിപ്പായിമാർക്ക് സാധിച്ചില്ല. ആധുനികമായിട്ടുള്ള വാർത്താവിനിമയ സൗകര്യങ്ങൾ ഉപയോഗിച്ച് രാജ്യത്തിൻ്റെ മുക്കിലും മൂലയിലും നടക്കുന്ന സംഭവ വികാസങ്ങൾ അപ്പോൾ അറിയാനും അതനുസരിച്ച് സജ്ജീകരിക്കാനുമുള്ള സൗകര്യം ബ്രിട്ടീഷുകാർക്കുണ്ടായിരുന്നു. തപാൽ സിസ്റ്റം ബ്രിട്ടീഷുകാരെ വളരെയധികം സഹായിച്ചിരുന്നു. രാജ്യത്തെ ബഹുജനങ്ങൾ തങ്ങൾ കലാപത്തിനെതിരാണെന്ന മട്ടിലാണ് സാധാരണ ജനങ്ങൾ പെരുമാറിയിരുന്നത്. കലാപഘട്ടത്തിൽ അവർക്ക് അനാഥസ്ഥയും അതുപോലെ തന്നെ ഒരുപാട് ദുഃഖങ്ങളും പ്രശ്നങ്ങളും നേരിടേണ്ടി വന്നു എന്നതിനാണ് അവർ കലാപത്തിൽ നിന്നും എതിരായിട്ട് നിൽക്കാൻ കാരണം. അതുകൊണ്ട് നിയമസമാധാനങ്ങൾ പാലിക്കാൻ മുൻകൈ എടുത്ത ബ്രിട്ടീഷുകാരോടാണ് തദ്ദേശീയരായിട്ടുള്ള ജനങ്ങൾക്ക് സ്നേഹവും സഹതാപവും ഉണ്ടായിരുന്നത്, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കുണ്ടായിരുന്നത്. കലാപകാരികൾക്കുള്ളതിനേക്കാൾ പല മടങ്ങ് വിഭവശേഷി ബ്രിട്ടീഷുകാർക്കുണ്ടായിരുന്നതിനാൽ കലാപം പരാജയപ്പെടാനേ കാരണം ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമായിരുന്നു അവരുടേത്. 1856 ആയപ്പോഴേക്കും ചൈനയിലും ക്രിമിയയിലും അവർ നടത്തിക്കൊണ്ടിരുന്ന യുദ്ധങ്ങൾ അവസാനിച്ചു. അതുകൊണ്ട് കൂടുതൽ സൈന്യത്തെ അവിടെ നിന്നും ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചു. ഒരു വൻ നാവിക ശക്തിയായിരുന്ന ഇംഗ്ലീഷുകാർക്ക് വേറെ രാജ്യത്തിൽ നിന്നും ഇന്ത്യയിലേക്ക് പട്ടാളക്കാരെ കൊണ്ടുവരിക എന്നുള്ളത് അത്ര പ്രയാസമുള്ള കാര്യമായിരുന്നില്ല. ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന സൈന്യം 100,000-ലേറെ ഉണ്ടായിരുന്നു എന്നതാണ് പറയപ്പെടുന്നത്. ഇതിനു പുറമെ ഇന്ത്യയിൽ നിന്ന് 300,000-ലേറെ പേരെ തെരഞ്ഞെടുത്ത് പട്ടാള പരിശീലനം നൽകുകയും ചെയ്തു. ഇങ്ങനെ വിശ്വവ്യാപകമായിട്ടുള്ള അവരുടെ സാമ്രാജ്യത്തിൽ നിന്നും ലഭ്യമായ വിഭവസമൃദ്ധി, അദൃശ്യമായ നാവികശക്തി എന്നിവയാൽ കലാപകാരികൾ അടിച്ചമർത്തപ്പെട്ടു. ആ രാജ്യം അവരിൽ നിന്നും തിരിച്ചുപിടിക്കുവാൻ ബ്രിട്ടീഷുകാർക്ക് വളരെയധികം വേഗത്തിലും എളുപ്പത്തിലും സാധിച്ചു.